الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാം എന്ന ബോധവും ഓർമ്മയും നിലനിർത്തിക്കൊണ്ട് വിശ്വാസികളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലും കാണാനും കേൾക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമെല്ലാം വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി നേരം വെളുത്താൽ വൈകുന്നേരം വരെ അതിൽ മാത്രം അടങ്ങിക്കൂടി ഇരുന്നാൽ പോലും തീരാത്ത എത്ര വർത്തമാനങ്ങളും വിഷയങ്ങളും ചർച്ചകളും നമ്മുടെ മുമ്പിൽ തുറന്നിടപ്പെട്ടിട്ടുണ്ട്. അധികം ആളുകളും ഒരുപാട് സമയം അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ലോകവിവരങ്ങൾ അറിയാനും രാജ്യത്തിൻ്റെ നാഡീസ്പന്ദനങ്ങൾ അറിയാനും സോഷ്യൽ മീഡിയ അനിവാര്യമായ ഘടകമാണെങ്കിലും അതിൽ കൂടി അനാവശ്യമായ സമയം നഷ്ടപ്പെടുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നാം അകന്നു പോകുന്നു. നമ്മുടെ മനസ്സിന്റെ ചിന്ത പോലും മറ്റൊരു നിലക്ക് മോൾഡ് ചെയ്യപ്പെടുന്നു. നാം നമ്മെ തന്നെ മറന്നു പോകുന്നു. നാളെ പഠിച്ചവനിലേക്ക് പോകേണ്ടവരാണ് എന്ന ബോധത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു. മരുഭൂമിയിൽ കൂടി ദാഹിച്ചലഞ്ഞ് ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മനുഷ്യരെ അള്ളാഹു ഉപമിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ.
അവരങ്ങനെ മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മുന്നിൽ മരീചിക കാണുകയാണ്. മരീചിക കാണുമ്പോൾ അത് വെള്ളമാണെന്ന് തോന്നുകയും അവിടെ എത്തിയാൽ വെള്ളം കുളിക്കാമല്ലോ, ഒരു തണുപ്പ് കിട്ടുമല്ലോ എന്ന് കരുതി മരീചികയുടെ നേരെ അതിശീഘ്രം നടന്നെടുക്കുകയും അവിടെ എത്തുമ്പോൾ ഇനിയും അപ്പുറത്താണ് മരീചിക കാണുന്നത്, അതും വെള്ളമാണെന്ന് വിചാരിച്ച് അങ്ങനെ ദീർഘമായ യാത്രയിൽ വെള്ളം കിട്ടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അവിശ്വാസികളുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് നാളെ രക്ഷയുണ്ട്, സമാധാനമുണ്ട് എന്നു കരുതി ഇന്നത്തെ കാര്യം മറക്കുകയും നാളേക്ക് വേണ്ടി അന്ധമായി ഓടുകയും ചെയ്യുന്ന അവിശ്വാസികളെയാണ് ഖുർആൻ അവിടെ ഉപമിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥയും. എന്തൊക്കെയോ കേൾക്കാനും കാണാനും നമ്മളത് കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കാലത്തിനൊപ്പം ജീവിക്കാൻ പറ്റാത്തവരാണ് എന്നൊക്കെ തോന്നി മരീചികയുടെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓടുകയാണ്. ഇത് നമ്മുടെ വയസ്സിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ വയസ്സ് അല്ലെങ്കിൽ നമ്മുടെ സമയം അത് നമ്മളറിയാതെ നഷ്ടപ്പെടുന്നു. അതിനിടയ്ക്ക് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ സ്വന്തം ശരീരങ്ങളോട്, മാതാപിതാക്കളോട്, നാട്ടുകാരോട്, രാജ്യത്തിനോട്, അതിലേറെ നമ്മുടെ റബ്ബിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുപാട് പുതുമകളും ഒരുപാട് പ്രത്യേകതകളും എന്നും നിലനിൽക്കുന്നുണ്ട്. കാലം നമ്മളെ വിളിച്ചു പറയുന്നത് ഞാൻ ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന പുതിയ ദിവസമാണ് എന്ന്. ഇന്നലെയുടെ ആവർത്തനമല്ല, നമുക്ക് ഇന്നൊരു പുതിയ ദിവസമാണ്. ഇന്നലെയിലെ തെറ്റുകൾ തിരുത്താനും ഇതുവരെ ഉണ്ടായ ജീവിതത്തിൽ നിന്ന് മാറാനും ഒരു പുതിയ പ്രാർത്ഥനയോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ജീവിതം ആരംഭിക്കാനും അല്ലാഹു തആല നമുക്ക് നൽകിയ ഓരോ ദിവസങ്ങളും പുത്തൻ ദിവസങ്ങളാണ്. നാളെ പരലോകത്തേക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള പുതുപുത്തൻ ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യത്തെ പറ്റി നമ്മളെ ഉണർത്തുന്നുണ്ട്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യം വരുന്നതിന്റെ മുമ്പ് വേറെ ഒരു 5 കാര്യം നീ പ്രത്യേകമായി നേടിയെടുക്കാൻ ശ്രമിക്കണം. ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യം വരും നിനക്ക്, വാർദ്ധക്യം വരും. അന്ന് വിചാരിച്ചിടത്തേക്ക് എത്താൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതിൻ്റെ മുമ്പ് ശബാബ്, യുവത്വമുള്ള സന്ദർഭത്തിൽ, ആരോഗ്യവും കഴിവുമുള്ള സന്ദർഭത്തിൽ ജീവിതത്തിലെ നന്മകൾ നേടിയെടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. 2 ഗിനാക ഖബ്ല ഫഖരിക. ദാരിദ്ര്യം വന്നേക്കാം, ഈ ഐശ്വര്യവും പൊളപ്പും എന്നും നിലനിൽക്കണം എന്നില്ല. അതുകൊണ്ട് ദാരിദ്ര്യം വന്നു പെടുന്നതിൻ്റെ മുമ്പ് ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നന്മ ചെയ്ത് ജീവിക്കാനും പാവങ്ങളെ സഹായിക്കാനും കഴിയുന്നത് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കാനും നിന്റെ ഐശ്വര്യകാലത്തെ നീ ഉപയോഗപ്പെടുത്തണം. 3-ാമതായി സിഹ്ഹതക ഖബ്ല സഖമിക. രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ള കാലത്തെ വല്ലതും നല്ലത് ചെയ്യാൻ കഴിയും. ആരോഗ്യമുള്ള കാലത്തെ വല്ലവർക്കും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ കഴിയൂ. നമ്മളെ ശരീരത്തെ തന്നെ നമുക്ക് താങ്ങാൻ കഴിയാതെ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾക്കും ഒരു ഉപകാരവും ചെയ്യാനോ നമുക്ക് തന്നെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും, ഇവിടെ വരുന്ന ആളുകളും രോഗികളായിരിക്കുന്നുണ്ട്.
അവർക്കിവിടെ വരാൻ കഴിയുന്നില്ല, നമ്മളുമായി കാണാൻ കഴിയുന്നില്ല. എത്ര ആളുകളാണ് നമ്മളെ കൂട്ടത്തിൽ നാം അങ്ങാടിയിൽ അവരെ കാണുമ്പോൾ, നമ്മൾ വാഹനത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നല്ല സൗഹാർദ്ദവും പരസ്പരം പലതും കൈമാറിയിരുന്നവർ രോഗികളായി വീട്ടിൽ കിടക്കുമ്പോൾ അവര് നമ്മൾ മറന്നുപോകുന്നു 2-3 ദിവസം കൊണ്ട്. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യകാലം നന്മക്ക് വേണ്ടി, ഗുണങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. 4-മതായി ഫറാഗക ഖബല ശുഗ്ലിക, ഒരുപാട് ജോലി തിരക്കുകൾ നിമിത്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടാത്ത ഒരവസ്ഥ എല്ലാവർക്കും വരും, പലതരത്തിലുള്ള ശുഗ്ലുകളുമായി. എന്നാൽ ഒഴിവ് സമയം അത് വെറുതെ കടത്തിണ്ണകളിൽ നിറങ്ങി അല്ലെങ്കിൽ അങ്ങാടികളിൽ തെണ്ടി ഒഴിവ് സമയം നഷ്ടപ്പെടുത്താതെ സോഷ്യൽ മീഡിയകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിച്ചെരിച്ച് ഒഴിവ് സമയം നഷ്ടപ്പെടുത്താതെ നല്ലതെങ്കിലും ചെയ്യണം. ഫറാഗ് ഒഴിവ് സമയങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഹയാത്തക ഖബല മൗതിക, 5-മത്തെ കാര്യം മരണം നമുക്ക് ഓരോരുത്തർക്കും വരും. ഇന്ന് നമ്മൾ ജുമാ നിർവഹിക്കുന്നുണ്ട്, ഇതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. കാരണം ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പള്ളികളിൽ ചെല്ലുന്നത്. വെള്ളിയാഴ്ചയായതുകൊണ്ട്, പുണ്യ ദിവസമായതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷെ ഈ പ്രതിഫലം കിട്ടാൻ കഴിയാത്ത മരിച്ചുപോയ ആളുകളുണ്ട്. അവരുടെ കർമ്മങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അവർക്കിനി ചെയ്തു വെച്ചതിന്റെ ഫലം എടുക്കാനേ കഴിയൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണത്തിന് മുമ്പ് ജീവിതത്തെ അർത്ഥവത്താക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഹജ്ജ് മാസത്തിന്റെ പുണ്യനാളുകളിലാണ്. അതങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നു. സൂര്യൻ അസ്തമിച്ച് ഉദിച്ചസ്തമിക്കുന്നു. കലണ്ടറുകൾ മാറ്റിവെക്കുന്നതിന് മുമ്പ് നമ്മിൽ വരുന്ന നന്മകളുടെയും തിന്മകളുടെയും പുണ്യദിനങ്ങളുടെയും അല്ലാത്ത കാലങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. 7 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും വേഗം സൽക്കർമ്മത്തിലേക്ക് മുന്നേറണം. ഹൽ തൻദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയൻ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഔ ഗിനൻ മുത്ഗിയൻ, എല്ലാ നന്മയുടെ ബോധങ്ങളും ഇല്ലാതെയാക്കി ഐശ്വര്യത്തിന്റെ ആ തണുപ്പിൽ, അതിന്റെ കുളിർമയിൽ മനുഷ്യനെയും പടച്ചവനെയും ബന്ധങ്ങളെയും മറക്കുന്ന ഐശ്വര്യ കാലഘട്ടത്തെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഔ മറദൻ മുഫ്സിദൻ, ശരീരത്തെ തളർത്തി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന രോഗത്തെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഔ ഹറമൻ മുഫന്നിദൻ, നേരെ ചൊവ്വെ ആലോചിച്ചൊന്നും പറയാൻ കഴിയാത്ത പിച്ചും പേയും പറയുന്ന വാർദ്ധക്യകാലത്തെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഔ മൗതൻ മുജഹിസൻ, എല്ലാം അടക്കി ഒതുക്കി മാറ്റിവെച്ച് ഉപേക്ഷിച്ച് കെട്ടും കെട്ടി കബറിലേക്ക് കൊണ്ടുപോകുന്ന ആ മരണ ദിവസത്തെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? അതല്ല, ലോകാവസാനത്തിന്റെ അടയാളമായി ദജ്ജാൽ വരുന്നതാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അതൊരു വല്ലാത്ത വരവായിരിക്കും, അവന്റെ നാശത്തിന്റെ വരവായിരിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അന്ത്യം കാണാനാണോ കാത്തിരിക്കുന്നത്? അത് ഏറ്റവും കൈപ്പേറിയതും ദുരിതം പിടിച്ചതുമായിരിക്കും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് പുണ്യ ദിവസങ്ങൾ മാറി മാറി വരുമ്പോൾ മറക്കാതിരിക്കാനാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ എന്ന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ദിവസമാണ് നമ്മുടെ മുമ്പിൽ. 2 ദിവസമായാൽ പറക്കാൻ പോകുന്നത് ദുൽഹജ്ജ് മാസം. കുറെ ആളുകൾ ഹജ്ജിന് പോകുന്നു എന്നത് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും പുണ്യ ദിവസമാണ് ഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ദിവസം. അല്ലാഹു തആല വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ തന്നെയാണ്, ആദ്യത്തെ 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. വശഫഇ വൽ വത്ർ,
വിശേഷിച്ചും ഇരട്ടയും ഒരട്ടയും ഒറ്റയുമായ, ഇരട്ട എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിന്റെ 10, ഒറ്റ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9, അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. അപ്പൊ ഒറ്റയും ഇരട്ടയുമായ ആ വിശുദ്ധ ദിവസം, അല്ലെങ്കിൽ നീണ്ട 10 ദിവസം, അതിനൊക്കെ അല്ലാഹു തആല സത്യം ചെയ്യുന്നു. ഖുർആനിൽ സത്യം ചെയ്ത ആ ആയത്തുകൾ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വല്ലുഹ, മധ്യാഹ്നം തന്നെയാണ് സത്യം. വല്ലൈൽ, രാത്രി തന്നെയാണ് സത്യം. അങ്ങനെ ഒരുപാട് സത്യം ചെയ്ത് പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ പറ്റിയാണ്. വന്നജ്മി ഇദാ ഹവാ, അസ്തമിച്ചു പോകുന്ന നക്ഷത്രത്തെ തന്നെയാണ് സത്യം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അള്ളാഹ് സത്യം ചെയ്ത് പറയുന്നത് ഏറ്റവും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളെ പറ്റിയും ഏറ്റവും അത്ഭുതകരമായ അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളെ പറ്റിയും തീരുമാനങ്ങളെ പറ്റിയുമാണ് സത്യം ചെയ്ത് പറയുന്നത്. അതിൽപ്പെട്ട ഒരു സത്യമാണ് വലയാലിൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതൊരു പുണ്യ ദിവസമാണ്. റമളാനിനെ പറ്റി നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് 10 ദിവസങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ യൗമിൻ ഇന്ന അയ്യാമൽ അമലി സ്വാലിഹി ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി, ഏതൊരു ദിവസവും, ഏത് ദിവസങ്ങളാവട്ടെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലു സ്വാലിഹിന്റെ ദിവസങ്ങൾ ഹാദൽ അശ്ർ, ഈ 10 ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാ ദിവസവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്, എല്ലാ ദിവസവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്, സൽക്കർമ്മങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന നാളുകളാണ് ഹാദൽ അശ്ർ, ഈ 10 ദിവസം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾ യുദ്ധത്തിന് പോയി മരിക്കുന്നതല്ലേ ഇതിനേക്കാളൊക്കെ പുണ്യം? 10 ദിവസം, ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ സൽക്കർമ്മം ചെയ്ത് വീട്ടിലോ പള്ളിയിലോ ഇരിക്കുന്നതിനേക്കാളും പടക്കളത്തിലിറങ്ങി ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് ആത്മത്യാഗം ചെയ്യുന്നതല്ലേ പുണ്യം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല, ജിഹാദിനേക്കാളും പുണ്യമുള്ള ദിവസമാണ് ഈ 10 ദിവസം. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ട് ആത്മാവും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ മനുഷ്യനെ നഷ്ടപ്പെട്ട് മക്കൾ അനാഥകളായി, ഭാര്യമാർ വിധവകളായി തീർന്ന ഒരു ഷഹീദിന്റെ ആ പുണ്യം ഞാൻ പറയുന്നില്ല. അതിന്റെ അപ്പുറത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാളും പുണ്യമാണ് ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ദിവസമാണ് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. വെറും ഏതൊരു സീസണും, നമ്മൾ പറയുന്നല്ലോ സീസൺ, ഏതൊരു സീസൺ വന്നാലും നമുക്ക് അതിലൊരു ഒരുക്കമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പെരുന്നാൾ സീസൺ ആകുമ്പോൾ പൊതുവെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. വസ്ത്രക്കടകൾ, മാർക്കറ്റുകൾ, എല്ലാം പെരുന്നാൾ, അതുപോലെ നമ്മുടെ നാട്ടിലെ മറ്റു ഉത്സവ ദിനങ്ങൾ, എല്ലാ സഹോദര മതവിശ്വാസികളുടെയും ഉത്സവ ദിനങ്ങളാകുമ്പോഴേക്ക് മാർക്കറ്റുകളും അങ്ങാടികളും മനുഷ്യരും കുടുംബങ്ങളും ഒരുങ്ങിക്കഴിയാറുണ്ട്. വിശ്വാസികൾക്ക് ഒരുങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ്, ഒരു പുതിയ സീസണാണ് ഇത് വരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുൽഹജ്ജ് മാസം കേവലം പെരുന്നാളിന്റെ, പുത്തനുടുപ്പിന്റെ, ഈദ് മുസല്ലയുടെ ഒരു ദിവസമാക്കാതെ ദുൽഹജ്ജ് മാസം വിശ്വാസികളുടെ പുണ്യം പൂക്കുന്ന ഉത്തമമായ ദിവസങ്ങളാണ്. നമുക്ക് ബോധ്യമുണ്ടാവണം എന്താണ് ഈ ദിവസത്തിലെ പുണ്യം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സൽക്കർമ്മങ്ങൾ എന്നും നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ, അത് കൃത്യമായി നമ്മുടെ നമസ്കാരം, നോമ്പ്, ദാനം, ധർമ്മം, മനുഷ്യബന്ധങ്ങൾ, അതൊക്കെ കൂടുതൽ ഒരു സീസണിൽ കൂടുതൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഒരു കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോമ്പ് നോൽക്കുക. അതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തെ
വഴി ദൂരം നരകത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹു തആല അകറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നോമ്പ് ദുൽഹജ്ജ് മാസം 1 മുതൽ 9 വരെ നീണ്ട ദിവസങ്ങൾ നോൽക്കാം. 10ാമത്തത് പെരുന്നാളാണല്ലോ, 9 വരെ നോൽക്കാം. അതല്ലെങ്കിൽ ഇടവിട്ട് നോൽക്കാം, എല്ലാ ദിവസവും നോൽക്കാതെ ഇടവിട്ട് നോൽക്കാം. അതല്ലെങ്കിൽ അറഫാ ദിനത്തിലെങ്കിലും നോമ്പ് നോൽക്കണം, അവസാനത്തെ ദിവസമെങ്കിലും നോമ്പ് നോൽക്കണം. മാമിൻ യൗമിൻ അക്സർ മിൻ അൻ യുഅതിഖല്ലാഹു അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫാ ദിവസത്തെക്കാളും അല്ലാഹു തആല നരകത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്ന് ഹാജിമാരോട് മാത്രമല്ല എല്ലാവരോടുമാണ് അറഫാ ദിവസത്തിന്റെ പുണ്യം അല്ലാഹു തആല പഠിപ്പിച്ചത്. അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ കർമ്മങ്ങൾ മറ്റെന്തിനേക്കാളും ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണങ്ങൾ, അയ്യാമും മഅലൂമാത്ത് അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് ഖുർആൻ പഠിപ്പിച്ച ഈ 10 ദിവസം, അയ്യാമുൻ മഅദൂദാത്ത് എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് ഖുർആൻ പഠിപ്പിച്ച അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങൾ നമ്മൾ നോമ്പ് നോൽക്കുക. അതിന് കഴിയാത്തവർ അറഫയിലെങ്കിലും നോമ്പ് നോൽക്കുക, അറഫാ ദിവസത്തിലെങ്കിലും. അതുപോലെ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. വിശേഷിച്ചും അറഫാ ദിവസത്തിന്റെ സുബ്ഹ് നമസ്കാരം മുതൽ, അറഫാ ദിവസം സുബ്ഹ് നമസ്കാരം മുതൽ, ദുൽഹജ്ജ് 9ന്റെ സുബ്ഹ് മുതൽ ദുൽഹജ്ജ് 13ന്റെ അസർ നമസ്കാരം വരെ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും സലാം വീട്ടിക്കഴിഞ്ഞാൽ ദിക്റുകളും ദുആകളും തുടങ്ങുന്നതിന്റെ മുമ്പോ ശേഷമോ പ്രത്യേകമായി തക്ബീറുകൾ ചെല്ലണം. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ തക്ബീർ ചെല്ലണം, 10നും തക്ബീർ ചെല്ലണം. ഇനി അതൊന്നുമില്ലെങ്കിൽ ഈ ദിവസങ്ങളിലെങ്കിലും പ്രത്യേകമായ തക്ബീർ പള്ളികളിൽ നമസ്കാര ശേഷം നിർവഹിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് പുണ്യ ദിവസങ്ങളാണ്. ഈ പുണ്യ ദിവസങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ആയുസ് നഷ്ടപ്പെടുന്നു. നമുക്കൊരു ചെറിയ കാര്യമുണ്ടായാൽ, രാഷ്ട്രീയ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ദിവസങ്ങളോളം സോഷ്യൽ മീഡിയ അലക്കി നടക്കുമ്പോൾ അതിന്റെ പിന്നാലെ കൂടി ആയുസ്സും സമയവും നഷ്ടപ്പെടുത്താതെ സ്വയം തന്നിലേക്ക് തിരിഞ്ഞ് തന്റെ ഉത്തരവാദിത്തപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, നാളേക്ക് വേണ്ടി അല്ലാഹു തആല പറഞ്ഞത് മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആഖിറത്തിലെ ഹർസ് കൂടി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷിയാണ്, പരലോകത്തേക്ക് വേണ്ടിയുള്ള കൃഷി. ദുനിയാവിന് കൃഷി ചെയ്യണ്ടെന്നല്ല, കൃഷി ചെയ്യണം തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. ദുനിയാവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. മൻ അംസാ കാലം മിൻ അമലി യദിഹി അംസാ മഗ്ഫൂറൻ ലഹു. സ്വന്തം അധ്വാനിച്ച് പണിയെടുത്ത് കൊത്തലും മാടലും മറ്റു പാടത്തും പറമ്പിലും പണിയെടുത്ത് വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിതനാവുകയാണെങ്കിൽ ആ ക്ഷീണം അവന്റെ പാപം പൊറുക്കാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഒരു വചനത്തിൽ കാണാം. അപ്പൊ അതൊക്കെ വേണം. പക്ഷേ പരലോകത്തേക്ക് വേണ്ടിയുള്ള കൃഷി, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. പരലോകത്തിന്റെ കൃഷി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ആ കൃഷിയിൽ നമുക്ക് വർധനവ് തരും, അതിന്റെ വിളവ് കൂടുതൽ തരും. ഒരു സൽക്കർമ്മത്തിന് 10ഉം 70ഉം 700ഉമായി അല്ലാഹു തആല വർദ്ധിപ്പിക്കും എന്നർത്ഥം. എന്നാലോ വമൻ കാന യുരീദു ഹർസദ് ദുനിയ, ഈ ദുനിയാവ് മതി, ഇവിടെയുള്ള സൗകര്യങ്ങൾ മതി, ഇവിടെയുള്ള സുഖങ്ങളും താല്പര്യങ്ങളും മതി എന്ന ദുനിയാവിലെ കൃഷി മാത്രമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ദുനിയാവ് കൊടുക്കും, അവിടെ സുഖം കൊടുക്കും,
അവിടെ സൗകര്യങ്ങൾ കൊടുക്കും, സമ്പത്ത് കൊടുക്കും, മറ്റു ആർഭാടങ്ങൾ കൊടുക്കും. അത് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് ഒരു ഓഹരിയും അവനുണ്ടായിരിക്കുകയില്ല. ആ നിർഭാഗ്യവാന്മാരിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. ഉളഹിയത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ദുൽഹജ്ജ് 1 മുതൽ മുടിയോ അല്ലെങ്കിൽ നഖമോ അതിന്റെ കുടുംബനാഥന്മാരെടുക്കാൻ പാടില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഉളഹിയത്തിന് ആരൊക്കെ അതിൽ വിഹിതം ചേർന്നിട്ടുണ്ടോ അവരൊക്കെ ഉളഹിയത്തിന്റെ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാവണം. നമ്മളതിന്റെ കാശും കൊടുത്ത് ഈ ഇറച്ചി വീട്ടിലേക്ക് എത്തിക്കോളും എന്ന് പറയുന്ന ഒരു മാംസ തിന്നാനുള്ള മാർഗമല്ല ഉളഹിയത്ത്. അതൊരു ത്യാഗത്തിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് ഉളഹിയത്ത് അറക്കാൻ കഴിയില്ലെങ്കിൽ ആ സ്ഥലത്തെങ്കിലും ആളുകൾ അവിടെ സന്നിഹിതരാവണം എന്നതാണ്. അതുപോലെ പെരുന്നാൾ അതൊരു ഒരു പുണ്യ ശിആറാണ്. അതിനനുസരിച്ച് അതിൻ്റെതായ പുണ്യവും അതിൻ്റെതായ കാര്യങ്ങളും നിർവഹിക്കുന്ന ആ നിലക്കുള്ള ഒരു ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് മാസമായി നമ്മൾ ഇതിനെ കാണണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന്, നമ്മുടെ പള്ളിയിൽ നിന്ന് ഹജ്ജിന് പോയി അവിടെ എത്തിക്കഴിഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മുടെ നാട്ടുകാരായ ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആരോഗ്യവും ആയുസ്സും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാനും നാളെ ഹജ്ജിന് പുറപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്നറിയിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗമുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ എല്ലാവർക്കും അല്ലാഹു തആല ശാന്തിയും സമാധാനവും മാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات آمين برحمتك يا